ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മഖ്ലൂബ എന്നുള്ള അറബി വേർഡിൻ്റെ അർത്ഥം കീഴ്മേൽ മറിയുക എന്നൊക്കെയാണ്. അപ്പോൾ നമ്മളിത് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് മഖ്ലൂബ എന്നുള്ള ഒരു പേര് വരാൻ കാര്യം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു റൈസാണ്. അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. മഖ്ലൂബ റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ആദ്യം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നന്നായി വൃത്തിയാക്കി കഴുകി അതിന് നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഒരു ഫുൾ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അറബിക് മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇടുന്ന വീഡിയോ മിസ്സായി. പിന്നെ ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമാണെങ്കിൽ ഒരല്പം കളർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. സ്കിന്നോട് കൂടിയ ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, അതെടുക്കാൻ നോക്കുക. ഇനി ഇത് നന്നായിട്ട് കവർ ചെയ്ത് നമുക്കിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. ഞാൻ പിറ്റേ ദിവസമാണ് പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. അല്പം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ബേ ലീഫും നമുക്ക് സ്പൈസസും ഒക്കെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് അരി വേവേണ്ടതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം. ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളക്കുമ്പോൾ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. പിന്നീട് കഴുകി വൃത്തിയാക്കി ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത റൈസ് ഇട്ട് കൊടുക്കാം. ലോങ് ബസ്മതി റൈസാണ് ഇതിന് എടുക്കേണ്ടത്. ഒരു 80% ഒക്കെ ചോറ് വെന്താൽ മതി. കാരണം നമ്മളത് ദമ്മിലിടുന്നത് പോലെ കുറേ സമയം 1/2 മണിക്കൂറോളം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേവിച്ചെടുക്കണം ആദ്യം തന്നെ. ഇനി നമുക്ക് വെജിറ്റബിൾസ് പ്രിപ്പയർ ചെയ്യാം. ഒരു പാനിലേക്ക് അല്പം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 20 മിനിറ്റോളം കുതിർത്തി വെച്ചിരുന്ന റൈസിൻസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. പിന്നെ വെജിറ്റബിൾസ് ഇതുപോലെ ക്യാരറ്റ്, പൊട്ടാറ്റോ, തക്കാളി, വലിയ ഉള്ളി, വഴുതനങ്ങ, ക്യാപ്സിക്കം ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല തിക്കായിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളൊരു സെമി ഫ്രൈയേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ പിന്നെ അത് റൈസ് സെറ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും അടിയിൽ ഇട്ടെടുക്കും. അപ്പോൾ പകുതി വേവ് അതിൽ കിടന്നിട്ടാണ് വേവേണ്ടത്. അപ്പോൾ അതിന് കണക്കാക്കി മാത്രം വേവിച്ചെടുത്താൽ മതി. റൈസും വെജിറ്റബിൾസും മീറ്റും എല്ലാം കൂടിയുള്ള നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു മഖ്ലൂബ റൈസിന്. പിന്നെ ഞാനിതിൻ്റെ 2-3 ഫ്ലേവർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവർ ഈ ഒരു രീതിയിലായിരുന്നു. കാരണം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കളറിലും ഒരു ആ സോസി ടെക്സ്ചറിലും ഈ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ടിപ്പിക്കൽ സ്റ്റൈല് നോക്കുമ്പോഴേക്കും എന്തോ നമുക്കത്ര ഒരു ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതുപോലെ മാറ്റങ്ങൾ വരുത്തി ചെയ്തപ്പോഴാണ് നമുക്കൊന്നും കൂടെ ഇഷ്ടമുള്ളൊരു ഫ്ലേവറായിട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പൊതുവേ ഈ ഒരു റൈസ് കുറച്ചൊരു ജ്യൂസി ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. റൈസല്ല, നമ്മളതിലേക്ക് ചേർക്കുന്ന ഗ്രേവിയൊക്കെ കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇതിന് പ്രത്യേകം സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല. കാരണം നമുക്കിതിന് പ്രത്യേകം ചട്നീസൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളെല്ലാ വെജിറ്റബിൾസും ഇതുപോലെ സെമി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്കൊരല്പം ഉപ്പ് വിതറി കൊടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കനുള്ള മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിൽ അതേ ഓയിലിൽ തന്നെ കുറച്ച് വലിയുള്ളി, മീഡിയം സൈസ് വലിയുള്ളിയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചും കൂടെ സ്പൈസസ് ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ സ്കൂപ്പ് ചെയ്ത് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ഒരു ബ്ലാക്ക് ലെമൺ അതും ചേർത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 4, വലുതാണെങ്കിൽ ഒരു 3 തക്കാളി പ്യൂരി ആക്കിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വലിയ ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മാഗി ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേവാൻ ഈ ഒരു സോസ് മതിയാവില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. ഞാനിതിൽ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയ ബാക്കി വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ചിക്കനൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ സ്റ്റോക്ക് മാറ്റി വെക്കണം. ഇത് നമുക്ക് റൈസ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. വെജിറ്റബിൾസ് ആദ്യം ഇതുപോലെ അടിയിൽ നിരത്തി കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം ഗ്രേവി ഒഴിച്ചെടുക്കാം. ഒരുപാട് ആവണ്ട. പിന്നെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഒരല്പം ഒഴിച്ചെടുക്കാം. എന്നിട്ട് മുകളിൽ റൈസ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് മുകളിലായിട്ട് പിന്നെ നമ്മളുടെ സ്റ്റോക്ക് വീണ്ടും കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള സോസൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മളുടെ റൈസ് ഇതുപോലെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന വെജിറ്റബിൾസും കൂടെ ഒന്ന് നിരത്തി വെച്ചെടുക്കുക. അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള റൈസൊക്കെ ഇട്ട് ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് നല്ലോണം പ്രസ് ചെയ്യണം. കാരണം നമുക്ക് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അതേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അതിൻ്റെ അരികിലൂടെയൊക്കെ വേണമെങ്കിൽ ഒരു ഇച്ചിരി റിഫൈൻ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിപ്പിടിക്കാതെ നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലോണം സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇതുപോലെ അടിയിലൊരു പാനോ അല്ലെങ്കിൽ ഒരു സിമ്മറിങ്ങോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊരു അരമണിക്കൂറോളം ഒന്ന് ദം ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നമുക്ക് ഈ വെജിറ്റബിൾസും ചിക്കനും ആ സോസും കൂടെ ചേർന്നിട്ടുള്ളത് തന്നെ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ പ്ലെയിൻ റൈസ് അതിലേക്ക് നമുക്ക് ആ സോസും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നത്. ഇനി ഇതുപോലെ ഒരു ട്രേയിലേക്ക് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് നമ്മൾ ചെയ്യണതിനാണ് മഖ്ലൂബ എന്നുള്ള ഒരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് മഖ്ലൂബ റൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.